വീടല്ലേ, പിന്നെ എന്തിനാ അതിന് തടസ്സപ്പെടുത്തണമെന്ന്. അങ്ങനെ ഞാൻ ജോസഫച്ചൻ നിറഞ്ഞ ചിരിയോടുകൂടി, ആ ചിരി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇവിടെ ഞാൻ ജോസഫച്ചൻ്റെ മുഖത്ത്. ആ ചിരിയോടുകൂടി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അച്ഛൻ്റെ കൈ കയറി പിടിച്ചിട്ടും പറഞ്ഞു, അച്ഛാ എൻ്റെ വീടിന് ഒരുപാട് തടസ്സം. അച്ഛൻ പറഞ്ഞില്ലേ അമ്മ മാതാവ് ഒരു വീട് തരുമെന്ന്, ആ വീട് എനിക്കിന്ന് മാതാവ് തന്ന്. ഞാൻ 13 ലക്ഷത്തിന് അവരെനിക്കൊരു വീട് തന്നച്ചാ, പക്ഷേ ആ വീടിന് വളരെ തടസ്സങ്ങളാണ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഇന്ന് നിൻ്റെ സങ്കടങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞ് അച്ഛൻ എൻ്റെ അടുത്തുനിന്ന് പോയി, എന്നെ തലക്കെട്ട് കൊട്ടിയിട്ടും പോയി. അതിനുശേഷം ഒരു 2 മണിയായപ്പോൾ ഞാൻ കൊടുത്ത പേപ്പറുകളെല്ലാം റെഡിയായെന്നും പറഞ്ഞ് എല്ലാവരും എന്നെ വിളിക്കുക, വക്കീൽ വിളിച്ച് എല്ലാ പേപ്പറും റെഡിയായി, ഇന്ന് തന്നെ നമുക്ക് കരാർ എഴുതാം, എഴുതാം, ഇനി നീ ഇതിൽ തടസ്സങ്ങളൊക്കെ മാറിയെന്നും പറഞ്ഞ്. എനിക്ക് എങ്ങനെ നന്ദി പറയണം, എങ്ങനെ ഇതാക്കണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അത്രയ്ക്ക് പരിശുദ്ധ അമ്മ എനിക്ക് മനസ്സിലായി. അത് ജോസഫച്ചനല്ല വന്നത്, എൻ്റെ ഈശോ